ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ കുളിരേക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നമ്മുടെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൗൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള തൈര്. ഇതിപ്പോൾ നല്ല കട്ട തൈരാണ്, അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഇതുപോലെ പുളിയില്ലാത്ത തൈര് വീട്ടിലെങ്ങനെ നല്ല കട്ട തൈര് തയ്യാറാക്കി എടുക്കാമെന്നുള്ള റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ട് നോക്കിയേക്കണം. തൈര് നല്ല കട്ട തൈര് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇതുവരെ ശരിയാക്കാത്തവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട തൈര് കിട്ടുന്നൊരു റെസിപ്പിയാണ്. ഞാനത് കമൻ്റായിട്ട് വെച്ചിരിക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് തൈര് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അധികം പുളിയില്ലാത്ത തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, പകരം ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നല്ലതുപോലെ തണുപ്പൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടി തൈരായതിൻ്റെ പേരിലാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിന്നീട് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും തൈര് കടയുന്നെന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. അതായത് നമ്മുടെ തൈരൊക്കെ ഇപ്പോൾ നല്ല കട്ടിയാണ്. അപ്പോൾ ആ കട്ടി മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അധികം ഇപ്പോൾ തണുപ്പൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഐസ് ക്യൂബ്സും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇത്രയും നല്ല കട്ടിയായിട്ടുള്ള തൈരാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇതുപോലെ ഇത്രയും ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐസ് ക്യൂബ്സൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസിനുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും തൈര്. അതിൻ്റെ പേരിലാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ തൈരിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഐസ് ക്യൂബ്സൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ഇത് ഇച്ചിരി കൂടി ലൂസായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി ചേരുവകളും കൂടി പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആപ്പിളിൻ്റെ ഒരു പകുതി ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ കുട്ടി കുട്ടി പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഈ ആപ്പിളിന് പകരം നമ്മുടെ കയ്യിൽ മാമ്പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എല്ലാം ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം ഒന്ന് ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്കത് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് മാതളം കൂടി. നമ്മുടെ അനാറുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ആ മാതളം കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കസ്കസ് കൂടിയാണ്, അതായത് നമ്മുടെ സബ്ജാ സീഡ്. അപ്പോൾ അത് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റിന് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ടത് കുതിർന്ന് കിട്ടും. ഈ സബ്ജാ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് തണുപ്പ് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതുപോലെ ഇതിങ്ങനെ പെരുകി ഇങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് തവണ ഞാൻ ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തി എടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിക്കാതിരിക്കുന്നത് കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഈ കസ്കസ് വന്നിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കസ്കസ് എന്ന് പറഞ്ഞാൽ കിട്ടും, ചില സ്ഥലങ്ങളിൽ സബ്ജാ സീഡ് എന്ന് പറയുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാണിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം കളർഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലസ്സിയുടെ റെസിപ്പിയാണ് കേട്ടോ.
ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഞാൻ കുറച്ച് മധുരം കൂടുതൽ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒഴിവാക്കാം. അതായത് ഈ സമയത്ത് അധികം പേരും തണുപ്പ് ഒരുപാട് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ തണുപ്പ് നമുക്ക് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് പാടെ അങ്ങ് ഒഴിവാക്കാം. പകരം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. കണ്ടോ, ഇത്രയും കട്ടിക്കാണ് ഇതിപ്പോൾ നമ്മുടെ ലസ്സി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഐസ് ക്യൂബ്സ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടില്ല. അതൊക്കെ അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ കട്ടി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റ് ആയിട്ടുള്ള ലസ്സി ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനി ഇത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കൂടി തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.